സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ OAW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കും. ഉദ്ദേശ്യം: ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. ടാക്ക് വെൽഡിങ്ങും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ട അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കാൻ കഴിയും. ഫ്ലാറ്റ് പൊസിഷനിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനു വേണ്ടി പ്ലേറ്റുകൾ സെറ്റ് ചെയ്ത് തയ്യാറാക്കുക. ടാക്ക് വെൽഡ്. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റലൈൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS പ്ലേറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിനുള്ള പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെക്കുറിച്ചാണ്. സുരക്ഷയ്ക്ക് ആവശ്യമായ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. 2 mm കനമുള്ള 2 MS പ്ലേറ്റുകൾ മുറിച്ചെടുക്കുക. 150 mm നീളവും 50 mm വീതിയുമുള്ളവ. കൂടിച്ചേരുന്ന അരികുകൾ നന്നായി വൃത്തിയാക്കിയെന്ന് ഉറപ്പാക്കുകയും സ്ക്വയർ ആയിട്ടുള്ള വശങ്ങൾ ഫയൽ ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ വേണം. ടു mm റൂട്ട് ഗ്യാപ്പ് ഉള്ള സ്ക്വയർ ബട്ട് ജോയിന്റ് ഉണ്ടാക്കുന്നതിന് വെൽഡിംഗ് ടേബിളിൽ വെൽഡ് ചെയ്യാനുള്ള കഷ്ണങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു mm റൂട്ട് ഗ്യാപ്പോടുകൂടി. ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ് സജ്ജമാക്കുക. നോസിൽ നമ്പർ 7 ഫിക്സ് ചെയ്യുക. ഓക്സിജൻ പ്രഷർ 0.5 മുതൽ 1.41 kg/square centimeter ആയും അസറ്റിലിൻ 0.8 മുതൽ 0.15 kg/square centimeter ആയും അഡ്ജസ്റ്റ് ചെയ്യുക. ടാക്കിങ്ങിനും വെൽഡിങ്ങിനുമായി 1.6 mm CCM ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ന്യൂട്രൽ ഫ്ലെയിം സെറ്റ് ചെയ്യുക. ഒരു mm റൂട്ട് ഗ്യാപ്പോടുകൂടി. ജോയിന്റിനെ ടാക്ക് വെൽഡ് ചെയ്തു തുല്യ അകലത്തിൽ അവയെ ഒരുമിച്ച് പിടിച്ചു അലൈൻമെന്റ് നിലനിർത്തുക. അലൈൻമെന്റ് നിലനിർത്തിക്കൊണ്ട് അവയെ ഒരുമിച്ച് നിലനിർത്തുന്നതിന് തുല്യ ഇടവേളകളിൽ ജോയിന്റ് ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്ക് വെൽഡിന്റെ അകലം 75 mm നീളം 6 mm ആണെന്ന് ഉറപ്പാക്കുക. പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷൻ എന്തെല്ലാമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കനമുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ജോയിന്റിന്റെ വലത്തെ അറ്റത്ത് നിന്ന് വെൽഡ് തുടങ്ങുക. പൂർണ്ണമായ പെനട്രേഷന് ജോയിന്റിന് കീഴിൽ ഫ്രീ സ്പേസ് നിലനിർത്തണം. ലെഫ്റ്റ് വാർഡ് ടെക്നിക്ക് ഉപയോഗിച്ച് പൂർണ്ണമായ പെനട്രേഷനിലൂടെ നന്നായി ഫ്യൂസ് ചെയ്ത് യൂണിഫോം ബീഡ് വെൽഡ് ചെയ്യുക.
ബ്ലോ പൈപ്പ് നന്നായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ ചലനവും ബ്ലോ പൈപ്പ്, ഫില്ലർ റോഡ് എന്നിവയുടെ റെക്കമെൻഡഡ് ആംഗിളും നിലനിർത്തുക. ട്രാവൽ സ്പീഡ് യൂണിഫോമായി നിലനിർത്താൻ ഫില്ലർ റോഡിനെയും ഫ്ലെയിമിനെയും ത്വരിതപ്പെടുത്തുക. ജോയിൻറ്റിൻ്റെ റൂട്ടിൻ്റെ ബോട്ടത്തിലേക്ക് മെൽറ്റിംഗ് നടക്കുന്നുവെന്ന് വ്യക്തമായ സൂചന നൽകാൻ ഒരു കീ ഹോൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുവഴി ഏറ്റവും നല്ല റൂട്ട് പെനിട്രേഷൻ ഉറപ്പാക്കുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബീഡ് വൃത്തിയാക്കുക. ഇപ്പോൾ നമ്മൾ OAW പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കനമുള്ള MS ഷീറ്റിൽ സ്ക്വയർ ബട്ട് ജോയിൻറ്റ് ചെയ്യുമ്പോൾ പിൻപറ്റേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ച് നോക്കും. സുരക്ഷാ വസ്ത്രങ്ങളും ഗ്ലാസ് വെൽഡിംഗ് ഗോഗിൾസും ധരിക്കുക. വലിപ്പത്തിലുള്ള വെൽഡ് ബീഡിൻ്റെ ഉയരത്തിൻ്റെയും വീതിയുടെയും യൂണിഫോമാലിറ്റി പരിശോധിക്കുന്നു. പൂർത്തിയാക്കിയ വെൽഡിൻ്റെ ചെക്കിങ്ങിലൂടെ വെൽഡിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുക. ബ്ലോ ഹോൾസ്, lack of fusion, uneven ripples. Lack of penetration. Recap. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ടാക്ക് വെൽഡ്, വെൽഡിംഗ് പ്രോസസ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക, ഫ്ലാറ്റ് പൊസിഷനിൽ സ്ക്വയർ ബട്ട് ജോയിന്റിന് വേണ്ട പ്ലേറ്റുകൾ തയ്യാറാക്കി സെറ്റ് ചെയ്യുക, ടാക്ക് വെൽഡ്, ഡിഫെക്സുകൾ അറിയാൻ വെൽമെൻസ് പരിശോധിക്കുക.